പ്രിയമുള്ളവരെ, ഇന്ത്യൻ ജനത മുഴുവനും ഉറ്റുനോക്കിയ ഒരു സംഭവമായിരുന്നു ഡൽഹി സ്ഫോടനം. നവംബർ 10 വൈകിട്ട് 6:52 ഈ ദുരന്തമുണ്ടായത്. ഈ ദുരന്തത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരു തന്നെയായാലും അവരെ എല്ലാവരെയും എത്രയും വേഗം അറസ്റ്റ് ചെയ്ത് അവർക്ക് തക്കതായ ശിക്ഷ തന്നെ ലഭിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും ആഗ്രഹം. അത് നിറവേറട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ വിഷയത്തിൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നടന്ന ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് യൂട്യൂബിൽ നോക്കിയ സമയത്ത് ഒരു വീഡിയോ കാണാനിടയായി. യാദൃശികമായി അതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയപ്പോൾ ധാരാളം വർഗീയത ഉയർത്തുന്ന കമൻറ്റുകൾ കണ്ടെങ്കിലും അതിൽ ഒന്ന് എന്നെ വളരെയധികം ആശ്ചര്യപ്പെടുത്തി. ആ കമൻറ്റ് ഞാൻ ഇവിടെ താഴത്ത് കൊടുക്കുന്നുണ്ട്. ആ വ്യക്തി പറഞ്ഞത് താടി വളർത്തി മീശ ചെറുതാക്കിയവരെ ഭയക്കണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ കുറച്ച് ഫോട്ടോസ് കൊടുക്കാം. ഞാനിവിടെ കൊടുത്തിട്ടുള്ള ഈ കാണുന്ന ഒരുപാട് ഫോട്ടോകളിൽ പലർക്കും താടിയുണ്ട്, മീശയുണ്ട്, പലർക്കും താടിയുമില്ല, മീശയുമില്ല. ആ വ്യക്തി പറഞ്ഞതുപോലെ നമുക്കിതിൽ മീശ ചെറുതാക്കി താടി നല്ലോണം വളർത്തിയവരെ കാണാൻ സാധിക്കുന്നില്ല. എല്ലാവർക്കും താടിയുമുണ്ട്, മീശയുമുണ്ട്. ചിലർക്കാണെങ്കിൽ താടിയുമില്ല, മീശയുമില്ല. സുഹൃത്തെ, തീവ്രവാദത്തിന് മതമില്ല, വേഷമില്ല, ജാതിയില്ല. ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങളാണ് അവർ തീവ്രവാദികളാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ഒരു വ്യക്തി മതമുള്ളവനാണെന്ന് പറയണമെങ്കിൽ ആ മതം കൽപ്പിക്കുന്നതായതെല്ലാം അവൻ ചെയ്തിരിക്കണം. ഒരു മതവും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നാൽ ഒരു കലാപലക്ഷ്യത്തോട് മാത്രമാണ് പലരും ഈ തീവ്രവാദങ്ങളെ മതകീയമായി ചിത്രീകരിക്കുന്നത് എന്ന് തന്നെ വേണം പറയാൻ.